മോക്ഷ ആയുർവേദ സ്പായുടെ മറവിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രത്തിന്റെ ഉടമ മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തൃശൂർ സ്വദേശി പ്രവീൺ. ഇയാൾ രാജ്യത്തെ സെക്സ് റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയാണ്. കൊച്ചിയിൽ കൂടുതൽ ഇടങ്ങളിലും സംഘം അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. സമൂഹമാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയായിരുന്നു ഇടപാടുകൾ. വിവിധ ജില്ലകളിൽ നിന്നുള്ള 100-ലേറെ മലയാളി യുവതികളാണ് കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും യുവതികളെ എത്തിച്ച് ആവശ്യക്കാർക്ക് കൈമാറിയിരുന്നതായും വിവരമുണ്ട്. സ്പായുടെ മറവിൽ നടത്തിയ അനാശാസ്യ കേന്ദ്രത്തിലൂടെ നടന്നത് കോടികളുടെ ഇടപാടാണ്. നടത്തിപ്പുകാരനായ എരുമേലി സ്വദേശി പ്രവീണിന്റെ അക്കൗണ്ടിൽ എത്തിയത് ഏതാണ്ട് 1.68 കോടിയോളം രൂപയാണ്. പിടിയിലായ ഈ പ്രവീണിനെ നിയന്ത്രിക്കുന്നത് മുംബൈയിലെ തൃശൂർ സ്വദേശിയായ പ്രവീൺ. ഈ പ്രവീണിനെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പണം ഞങ്ങൾ തരും. കോൾ സെന്ററിന് സമാനമായ പ്രവർത്തനത്തിലൂടെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രവീൺ ഏകോപിപ്പിച്ചിരുന്നത്. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന മോക്ഷ സ്പായിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 12 പേർ പിടിയിലായിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ അനാശാസ്യ കേന്ദ്രമായ മോക്ഷ സ്പായിൽ 3 മാസത്തിലേറെ നീണ്ട നിരീക്ഷണത്തിനൊടുവിലായിരുന്നു നടപടി. 8 സ്ത്രീകളും 4 പുരുഷന്മാരുമടങ്ങിയ സംഘത്തെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിൽ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ പിടിയിലായിരുന്നു. കൊച്ചി ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ ASI രമേശൻ, പാലാരിവട്ടം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിജേഷ് എന്നിവരാണ് പിടിയിലായത്. ഇരുവർക്കും അനാശാസ്യ കേന്ദ്രത്തിന്റെ ലാഭവിഹിതമായി ലക്ഷങ്ങൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഡ്രീം ലാൻഡ് റെസിഡൻസി എന്ന ലോഡ്ജിൽ നിന്ന് ഉടമസ്ഥനും അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരിയും പോലീസ് പിടിയിലായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചതിൽ നിന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തേക്ക് വരുന്നത്. ASI രമേശിനും സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിജേഷിനും അനാശാസ്യ കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക ലാഭത്തിന്റെ പങ്ക് ലഭിച്ചിരുന്നു. അറസ്റ്റിലായ ASI രമേശിന് നേരത്തെയും അച്ചടക്ക നടപടി നേരിട്ടയാളാണ്. അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിനാമികളായിരുന്നു അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത്. പിടിയിലായവരുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുകയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.